ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നൈറ്റിലൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ബേക്കറി അങ്ങനെ എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നാളെ നമുക്കൊരു ചെറിയൊരു ഗസ്റ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ബേക്കറി ഐറ്റംസായിട്ട് കേക്ക്, ബിസ്ക്കറ്റ്, മിച്ചർ, പിന്നെ ചെറിയ സമൂസ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കും കൂടെ കഴിക്കാൻ പറ്റണ മേടിക്കുകയാണെങ്കിൽ അവർ വന്നു പോയി കഴിഞ്ഞാൽ നമുക്കും കഴിക്കാമല്ലോ. പിന്നെ ഇവിടെ പാതുട്ടി കുറേ ആയിട്ട് പറയാണ് ന്യൂഡിൽസ് വാങ്ങിക്കണം എന്ന്. അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ നൂഡിൽസ് ആണെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്രയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്താലും ഇടയ്ക്കൊന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതൊരു ഇഷ്ടം തന്നെയാണ് അല്ലേ. നമുക്കും അങ്ങനെ തന്നെയാണ്. കുറേ ദിവസം വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുമ്പോൾ പുറത്തുനിന്നൊന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇവിടെ നൂഡിൽസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണത് തന്നെയാണ് കേട്ടോ. പക്ഷേ എപ്പോഴും ഡിമാൻഡ് വാങ്ങിച്ച് കഴിക്കണേന് തന്നെയാണ്. കണ്ടില്ലേ ആ എക്സ്പ്രഷനൊക്കെ. അപ്പോൾ അതങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫയക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാനിപ്പോൾ അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ബോക്സിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഞാനിത് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേറെ എന്തെങ്കിലും പോരെ, നൂഡിൽസൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ആ ചൂട് കൊടുക്കുന്ന കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, അതന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ടാ അത് പാഴ്സലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ നൂഡിൽസൊന്നും അങ്ങനെ പാഴ്സൽ വാങ്ങിക്കാറില്ല. പോകുമ്പോൾ അവർ നൂഡിൽസ് ഓർഡർ ചെയ്യും, ഞങ്ങൾ വേറെ എന്തെങ്കിലും കഴിക്കുക, അങ്ങനെയാണ് കേട്ടോ പതിവ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് നാളെ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന്. അവർക്ക് ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരറ്റ് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണേ. കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരൊറ്റ വിസിലടിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ വല്ലാണ്ട് വെന്തുടയണമെന്നൊന്നുമില്ലേ. അങ്ങനെ അത് വെന്തതിന് ശേഷം നമുക്ക് ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തണുത്ത പശുമ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായാണ് ഇട്ടിട്ടുള്ളത്. ഏലക്കായ മസ്റ്റായിട്ട് ഇടണേ, അല്ലെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും ഒരു നുള്ളി ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ജ്യൂസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനാണെങ്കിലും നമുക്ക് കുടിക്കാനാണെങ്കിലും ഗസ്റ്റിന് കൊടുക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ രാത്രി കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ലുഡോ അല്ലെങ്കിൽ പാമ്പും കോണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കളിക്കാനായിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ, ഉറങ്ങുന്നതിന് മുന്നായിട്ട്. അങ്ങനെ കുറച്ച് നേരം ലുഡോ ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കളിയിൽ ഫുള്ള് കള്ളക്കളിയാണേ. ഫയ്യക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് കള്ളക്കളിയുടെ ആശാനാണ്. ഞാനിരിക്കുന്നത് ഈ തല്ല് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.